ഓശാന ഞായർ. ജെറൂസലേമിലേക്കുള്ള രാജകീയ പ്രവേശനം ഓർക്കുന്ന ദിവസമാണ് ഓശാന ഞായർ. നൂറ്റാണ്ടുകളായി വിദേശ ശക്തികളുടെ കീഴിൽ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്നവരായിരുന്നു യഹൂദജനം. അതുകൊണ്ട് തന്നെ വർഷങ്ങളായി ഒരു രക്ഷകനെ അവർ പ്രാർത്ഥനയോടുകൂടെ കാത്തിരിക്കുകയായിരുന്നു. ദാവീദിൻ്റെ ഗോത്രത്തിൽ നിന്നും ഒരു രക്ഷകൻ വരുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു. കർത്താവ് ജെറൂസലേമിലേക്ക് പ്രവേശിക്കുമ്പോൾ ജനങ്ങളെല്ലാം കർത്താവിൽ ആ രക്ഷകനെ കണ്ടു എന്നുള്ള സൂചന ഇന്നത്തെ വായനയിൽ നാം കാണുന്നു. കാരണം കർത്താവ് ജെറൂസലേമിലേക്ക് പ്രവേശിക്കുമ്പോൾ ജനങ്ങൾ തങ്ങളുടെ വസ്ത്രങ്ങൾ വഴിയിൽ വിരിക്കുകയും ഒലിവിൻ ചില്ലകൾ കയ്യിലേന്തി ഓശാന വിളിക്കുകയും ഒക്കെ ചെയ്യുന്നു. വരാനിരിക്കുന്ന രക്ഷകനെ പറ്റി സക്കറിയ പ്രവാചകൻ പറഞ്ഞിട്ടുള്ള എല്ലാ ലക്ഷണങ്ങളോടും കൂടിയാണ് കർത്താവ് ജെറൂസലേമിലേക്ക് പ്രവേശിച്ചത്. സിയോൻ പുത്രി ആനന്ദിക്കുക, ജെറൂസലേം പുത്രി ആർപ്പ് വിളിക്കുക, ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കിലേക്ക് വരുന്നു. അവൻ പ്രതാപവാനും ജയശാലിയുമാണ്. അവൻ വിനയാന്വിതനായി കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു. കർത്താവിൻ്റെ പ്രവേശനം കണ്ടപ്പോൾ സക്കറിയ പ്രവചനത്തിൻ്റെ പൂർത്തീകരണമാണ് ജനങ്ങൾ കണ്ടത്. ഇങ്ങനെ കയറി വരുന്ന കർത്താവിനെ രക്ഷകനായി അംഗീകരിച്ചുകൊണ്ട് ജനങ്ങൾ ഓശാന, ഞങ്ങളെ രക്ഷിക്കുക എന്നാർത്ത് വിളിച്ചു. കർത്താവിൽ അവരെല്ലാം രക്ഷകനെ കണ്ടു. എല്ലാ അടിമത്തത്തിൽ നിന്നും മോചനം നൽകിക്കൊണ്ട് കർത്താവ് ജെറൂസലേമിലേക്ക് കയറി ചെല്ലുകയും ചെയ്യുന്നു. കർത്താവ് നൽകുന്ന സ്വാതന്ത്ര്യം ആത്മീയ സ്വാതന്ത്ര്യമായിരുന്നു, ദൈവരാജ്യം നൽകുന്ന സ്വാതന്ത്ര്യം. പലരും ആഗ്രഹിച്ചതുപോലെ ഒരു രാഷ്ട്രീയ സ്വാതന്ത്ര്യമല്ല കർത്താവ് അവർക്ക് വാഗ്ദാനം ചെയ്യുന്നത്. രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് അതിൻ്റെതായ പരിമിതികളുണ്ട്. എന്നാൽ കർത്താവ് നൽകുന്ന ദൈവരാജ്യ സ്വാതന്ത്ര്യം പരിമിതികൾ ഇല്ലാത്ത സ്വാതന്ത്ര്യമാണ്. വിനയാന്വിതനായി ജെറൂസലേമിലേക്ക് പ്രവേശിച്ച ലോകരക്ഷകനായ ഈശോയെ, അങ്ങ് നൽകുന്ന ആത്മീയ സ്വാതന്ത്ര്യം ഈ ലോകത്തിൽ അനുഭവിച്ചറിയുവാനും വരാനിരിക്കുന്ന ലോകത്തിൽ ദൈവരാജ്യത്തിൻ്റെ സന്തോഷം അനുഭവിച്ചറിയുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ.